സുരേന്ദ്രനാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഏറെക്കുറെ ഉറപ്പിച്ച പത്തനംതിട്ട മണ്ഡലം RSSന്റെ ഇടപെടലിലൂടെ സ്വന്തമാക്കിയ കെ സുരേന്ദ്രനാണ് താരം. കെ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്ന ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ടയാണ് ഇന്ന് ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിന്റെ ഫോക്കസ്. ഉറപ്പിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലും മത്സരിക്കും. RSS സമ്മർദ്ദത്തെ തുടർന്ന് PS ശ്രീധരൻ പിള്ള പിന്മാറി. MT രമേശും PK കൃഷ്ണദാസും മത്സരിക്കില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയെന്ന് PS ശ്രീധരൻ പിള്ള. സ്ഥാനാർത്ഥി പട്ടികയിൽ ഈഴവരെ കോൺഗ്രസ് അവഗണിച്ചെന്ന വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കണമെങ്കിൽ തുഷാർ യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം. ആലപ്പുഴയിൽ സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് ചതിച്ചെന്നും വെള്ളാപ്പള്ളി. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചു. കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യ സ്ഥാപനങ്ങളെ ഒരു കുടുംബം നശിപ്പിക്കുന്നതാണ് രാജ്യം കണ്ടതെന്നും മോദി. ഭരണഘടനാ സ്ഥാപനങ്ങളെ പ്രധാനമന്ത്രി നിശബ്ദമാക്കിയെന്ന് പ്രിയങ്ക ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മായാവതി. P. ജയരാജന് മറുപടിയുമായി K. മുരളീധരൻ. വടകരയിലെ കോലീബി ആരോപണം LDFന്റെ പരാജയ ഭീതി കാരണം. UDF രഹസ്യ സഖ്യത്തിന്റെ ആവശ്യമില്ലെന്നും മുരളീധരൻ. വടകരയിൽ ജയരാജന്റെ തോൽവി ഉറപ്പായെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. 40-ൽ 20 സീറ്റുകളിൽ RJDയും 9-ൽ കോൺഗ്രസും മത്സരിക്കും. ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്ക്. അനിശ്ചിതത്വത്തിലായിരുന്ന കേരളത്തിലെ പത്തനംതിട്ടയിൽ എന്ന ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും NDAയുടെ സ്ഥാനാർത്ഥി പട്ടികയായി. ഇതിൽ ബി.ജെ.പി. മത്സരിക്കുന്ന 15 ലോക്സഭാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. സുരേന്ദ്രനാണ് പത്തനംതിട്ടയിലെത്തുക. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻ പിള്ളയല്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. ഒപ്പം പാലക്കാട് ആഗ്രഹിച്ച ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. MT രമേശും കൃഷ്ണദാസും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാവില്ല. NDA സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വളരെ പെട്ടെന്ന് നമുക്കിത് പോകാം. നമ്മളോടൊപ്പം കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രാധാകൃഷ്ണനും ചേരും. രാധാകൃഷ്ണൻ, നിലവിൽ നമ്മൾ വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ഇപ്പോൾ ഉറപ്പായ ബി.ജെ.പി. മണ്ഡലങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം നമുക്ക് പത്തനംതിട്ട മണ്ഡലത്തിലെ K. സുരേന്ദ്രന്റെ വിജയസാധ്യതയിലേക്കും വളരെ പെട്ടെന്ന് കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് ഓരോ മണ്ഡലങ്ങളിൽ നിന്നായിട്ട് തുടങ്ങാം. രാധാകൃഷ്ണൻ, ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന പ്രകാരം ബി.ജെ.പി. ഉറപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിലെ ലിസ്റ്റുകൾ ഒന്ന് വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയാൽ. തീർച്ചയായിട്ടും അരുൺ, അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അല്പസമയം മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി.ജെ.പിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വച്ചു പുലർത്തുന്ന BDJSന്റെ അധ്യക്ഷൻ, അദ്ദേഹം NDAയുടെ സംസ്ഥാനത്തെ ചെയർമാൻ കൂടിയാണ്. അല്പസമയം മുമ്പ് തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. ആസ്ഥാനത്ത് എത്തിയ തുഷാർ വെള്ളാപ്പള്ളി 24 ന്യൂസിനെ അറിയിച്ചത് അല്പസമയത്തിനകം കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നാണ്. NDAയുടെ ലിസ്റ്റാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനുമായി താൻ കൂടിക്കാഴ്ച നടത്തുന്നതോടുകൂടി ആ പട്ടിക പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം 24നോട് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്തെത്തി. ഇപ്പോൾ അദ്ദേഹം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് നാളെയായിരിക്കും ബി.ജെ.പിയുടെയും NDAയുടെയും സ്ഥാനാർത്ഥി പട്ടിക വരുന്നു എന്നതാണ്. പക്ഷേ ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത, അല്ലേ? അരുൺ, അങ്ങനെയാണ് തുഷാർ വെള്ളാപ്പള്ളി അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള സൗണ്ട് ബൈറ്റ് ആണ്. അല്പസമയത്തിനകം അത് പ്രേക്ഷകരെ നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. ആ സൗണ്ട് ബൈറ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൺഫ്യൂഷനും തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് മണ്ഡലങ്ങളിലേക്ക് വരാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് NDAയുടെ സാധ്യതാ പട്ടികയിൽ അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്ത് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ. രാധാകൃഷ്ണൻ, ഒരു സൂചന നൽകിയാൽ, എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനമാണോ ടോം വടക്കനാണോ?
അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരിനായിരുന്നു ഇന്നലെ രാത്രി വരെ മുൻതൂക്കമുണ്ടായിരുന്നത്. ഇതിന് അനുസൃതമായിട്ടാണ് ചർച്ചകൾ പുരോഗമിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥിയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനത്തിനെ ദേശീയ നേതൃത്വം ഇന്നലെ പാർലമെന്ററി ബോർഡ് ചേരുന്ന സമയത്ത് ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല തനിക്കുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിസുപ്രധാനമായിട്ടുള്ള ലക്ഷ്യം BJPക്കുള്ള മേഖലയാണിത്, അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര് പട്ടികയിലുണ്ടെങ്കിലും അതിനോടൊപ്പം ടോം വടക്കന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയാണ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിച്ച പട്ടികയിൽ കൊല്ലത്ത് ടോം വടക്കന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് ടോം വടക്കൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അരുൺ, കൊല്ലത്ത് ടോം വടക്കന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ടോം വടക്കൻ കൊല്ലത്ത് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് BJP നേതൃത്വത്തെ ഇന്ന് രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് തന്റെ പേര് കൊല്ലത്ത് പ്രഖ്യാപിക്കരുതും എന്നാണ് അദ്ദേഹം നമ്മോടും സംസാരിച്ച ഘട്ടത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിൽ വളരെ വേഗത്തിൽ നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലൂടെയും ക്വിക്കായിട്ട് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് രാധാകൃഷ്ണൻ. അതുകൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് സംശയം ചോദിച്ചെടുക്കുന്നു. ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ തന്നെയാണ് പട്ടികയിലുള്ളതെന്ന് ഉറപ്പിക്കാം ഈ ഘട്ടത്തിൽ, അല്ലേ? ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ പേരാണ് അവസാന ഘട്ടത്തിൽ മുൻതൂക്കം ലഭിച്ചിരുന്നത്. അരുൺ, കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വളരെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ RSSന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഉറപ്പിച്ചിരിക്കുന്നു പത്തനംതിട്ട മണ്ഡലം എന്നല്ലേ ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ സുരേന്ദ്രന്റെ കാര്യത്തിലുണ്ടായ ധാരണ അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് അത് തൽക്കാലം ഉപേക്ഷിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കേണ്ട എന്ന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൈക്കൊള്ളുകയായിരുന്നു. ഇതിനനുസരിച്ച് ആകെ പട്ടികയിൽ 3 പേരാണ് അവിടെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. MD രമേശും സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും. ഇതിൽ MD രമേശ് മത്സരിക്കുന്നില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. PS ശ്രീധരൻപിള്ളയോട് മത്സരിക്കേണ്ടെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ K സുരേന്ദ്രനായിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. അരുൺ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായിട്ടും ആലപ്പുഴയിലും ആറ്റിങ്ങിലും അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. നേരത്തെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തന്നെ പാലക്കാട് നിന്ന് മാറ്റരുതുമെന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നാണ്. പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക. നിലവിൽ പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഇഷ്ടമണ്ഡലമായിരുന്നു പാലക്കാട്. ഇപ്പോൾ ആറ്റിങ്ങലേക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നത് തന്റെ രണ്ടാമത്തെ ഇഷ്ടമണ്ഡലം എന്ന രീതിക്കാണോ അതോ പൂർണ്ണമായിട്ടും മനസ്സില്ലാതെ മത്സരിക്കുന്നു എന്നാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ ആറ്റിങ്ങൽ നൽകിയ ഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അവർ മുരളീധർ റാവുവിനെ നേരിട്ട് കണ്ട് ഈ പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു. തന്റെ മണ്ഡലം, പ്രത്യേകിച്ച് താൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, ആ ക്ലെയിം തനിക്ക് അനുവദിച്ചു തരണം. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് തന്റെ ഒരു സ്ഥാനം നഷ്ടമായത് എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ ഈ ക്ലെയിം അംഗീകരിച്ചില്ല. ഇത് കൃഷ്ണകുമാർ ആണെങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുകയായിരുന്നു. നേരത്തെ ഈ പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, RSSന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി വാദിച്ചിരുന്നു ഒരു ഘട്ടത്തിലെന്നാണ്. മാത്രമല്ല, നഗരസഭയിൽ ശ്രീ കൃഷ്ണകുമാർ നടത്തിയ ചില ഇടപെടലുകൾ, മലമ്പുഴയിൽ കൃഷ്ണകുമാർ മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന് മണ്ഡലത്തിലുണ്ടായ പരിചയം, ഇതൊക്കെ തന്നെ കൃഷ്ണകുമാർ അനുകൂലമായ ഘടകങ്ങളായി. തീർച്ചയായിട്ടും കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമായി മാറിയത്. ശോഭാ സുരേന്ദ്രൻ എല്ലാ ഘട്ടത്തിലും അവരുടെ ക്ലെയിം ഉന്നയിച്ചിരുന്നെങ്കിലും പ്രവർത്തകരെ സംബന്ധിച്ച്, പ്രവർത്തകരുടെ നിലപാടിനെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിന് ലഭിച്ച അറിവ് ശോഭാ സുരേന്ദ്രന് എതിരായിരുന്നു. C കൃഷ്ണകുമാർ മത്സരിച്ചാൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്ന വിലയിരുത്തലിലേക്കാണ് ദേശീയ നേതൃത്വത്തെ ഇത് കൊണ്ടെത്തിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിലേക്ക് പരിഗണിക്കാൻ തീരുമാനിക്കുകയും കൃഷ്ണകുമാറിന് പാലക്കാട് സീറ്റ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. അരുൺ,
രാധാകൃഷ്ണൻ ദയവായി തുടരണം. ഇനി നമുക്ക് പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി ഇതുവരെ അനിശ്ചിതത്വത്തിലായിരുന്ന പത്തനംതിട്ട, പാലക്കാട്, ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തുഷാർ വെള്ളാപ്പള്ളി NDA ചെയർമാൻ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പട്ടിക മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ പക്കൽ നിന്നും അദ്ദേഹം ഏറെക്കുറെ ഉറപ്പിച്ച പത്തനംതിട്ട മണ്ഡലം സുരേന്ദ്രൻ പിടിച്ചു വാങ്ങിയത്, അഥവാ സുരേന്ദ്രന് ലഭിച്ചത് നിർണായകമായ ചില നാടകീയ നീക്കങ്ങളിലൂടെയായിരുന്നു. അതിൽ RSS നിലപാട് വളരെ ശക്തമായിരുന്നു. RSSന്റെ നേതൃത്വം കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം K സുരേന്ദ്രന് ഉറപ്പിക്കാൻ സാധിച്ചത്. പത്തനംതിട്ട മണ്ഡലത്തിന്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് വരുന്നു. എങ്ങനെയായിരിക്കും പത്തനംതിട്ട മണ്ഡലം K സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായി തീരുക? BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് പത്തനംതിട്ട. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം. പക്ഷേ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോകുന്നത് വീണ ജോർജ്, LDFിൽ നിന്ന് വീണ ജോർജ്, ആറന്മുള മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആണ്. ശിവദാസൻ നായരെ കടപുഴയ്ക്ക് വീഴ്ത്തിയ മാധ്യമ പ്രവർത്തകയാണ്. ആറന്മുള മണ്ഡലം പരമ്പരാഗതമായി UDFിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലത്തെ വീഴ്ത്തിയ വീണ ജോർജിന്റെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, ഒപ്പം ഓർത്തഡോക്സ് സാന്നിധ്യം, നിർണായകമായ ക്രൈസ്തവ സാന്നിധ്യം, ഒപ്പം തന്നെ മണ്ഡലത്തിലെ പരിചയം, ഒപ്പം മാധ്യമപ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമായി ഈ ക്യാമ്പയിനിങ്ങിൽ വീണ ജോർജ് പ്രകടിപ്പിക്കാൻ പോകുന്ന എനർജി, ഇതെല്ലാം തന്നെ K സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചലഞ്ചിങ് ഫാക്ടറാണ്. രണ്ടാമത് ആന്റണി. മണ്ഡലം ഉണ്ടായത് 2008 2009 2014 ആന്റണി തന്നെയാണ് പത്തനംതിട്ട മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിലെത്തിയത്. ആന്റണിയുമായി നിലവിൽ പത്തനംതിട്ടയിൽ DCCക്കുണ്ടായി എന്ന് പറയപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെയും ഒരു കീ ഫാക്ടർ ഉണ്ട്. ബാധകമായി 53,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആന്റണി 2014 നേടിയിരിക്കുന്നത്. K സുരേന്ദ്രൻ മത്സരിക്കാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഒരുപക്ഷെ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട ശബരിമല സമരനായകനെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പോകുന്ന K സുരേന്ദ്രന് പത്തനംതിട്ട മണ്ഡലത്തിൽ നേരിടാൻ പോകുന്ന ഈ രണ്ട് കാൻഡിഡേറ്റുകളെയാണെങ്കിലും ചില കണക്കുകൾ കൂടി K സുരേന്ദ്രന് മറികടക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയുടെ മണ്ഡലത്തിലേക്ക് നമ്മൾ വന്നാൽ, പത്തനംതിട്ടയിലെ മണ്ഡലത്തിൽ പ്രധാനമായുമുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിലേറ്റവും ശ്രദ്ധേയമായത് പരമ്പരാഗതമായ ഒരു UDF മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും പത്തനംതിട്ടയിലെ 4 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രമെടുത്ത് പരിശോധിച്ചാൽ തിരുവല്ലയും റാന്നിയും ആറന്മുളയും അടൂരും ഇപ്പോൾ ഇടതുപക്ഷ MLA-മാരാണ്, LDF MLA-മാരാണ് ചുമന്നിരിക്കുന്ന മണ്ഡലങ്ങൾ. കോന്നിയും കാഞ്ഞിരപ്പള്ളിയും മാത്രമാണ് UDFന് സ്വന്തമായിട്ടുള്ളത്. പൂഞ്ഞാറിലാണെങ്കിൽ PC ജോർജും നിൽക്കുന്നു. നിലവിൽ ഈ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കൂടാതെ പൂഞ്ഞാർ MLAയും മത്സരിക്കുന്നുണ്ട് എന്നത് പ്രേക്ഷകർ ആലോചിക്കണം. ചുരുക്കത്തിൽ 4 മണ്ഡലങ്ങൾ LDFിൻ്റെ കയ്യിലും 2 മണ്ഡലങ്ങൾ UDFിൻ്റെ കയ്യിലും 1 മണ്ഡലം PC ജോർജിൻ്റെ കയ്യിലുമാണ്. മണ്ഡല ചിത്രത്തിൽ ഏകദേശം മണ്ഡലത്തിൻ്റെ ഒരു നിയമസഭയിലൂടെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമായിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇവിടെ എവിടെയാണ് K സുരേന്ദ്രൻ്റെ സാധ്യത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഈ 4 നിയമസഭാ മണ്ഡലങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് K സുരേന്ദ്രന് ഭൂരിപക്ഷം നേടാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ നേരിടുന്ന ആന്റണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,11,000-ലധികം വോട്ടുകൾക്കാണ് 2009 പത്തനംതിട്ട മണ്ഡലത്തെ ആന്റണി പ്രതിനിധീകരിക്കുന്നത്. ആന്റണി പ്രതിനിധാനം ചെയ്യുന്ന കത്തോലിക്ക സമുദായത്തിന് നിർണായകമായ വോട്ട് ബാങ്കുള്ള 2 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കോട്ടയം ജില്ലയുടെ ഭാഗമായ കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ K സുരേന്ദ്രന് എത്രത്തോളം ഇൻറൂട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും? ശബരിമല വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള കത്തോലിക്ക സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ആന്റണിക്ക് കൃത്യമായി ലീഡ് നൽകുന്ന 2 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് കടന്നു കയറാൻ സാധിക്കുക? ഇനി വീണ ജോർജാണ് K സുരേന്ദ്രനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട എതിരാളിയായി പത്തനംതിട്ട മണ്ഡലത്തിലുള്ളത്. വീണ ജോർജിനെ നേരിടുമ്പോൾ ഓർത്തഡോക്സ് സഭ 38% വരുന്ന ക്രൈസ്തവ സാന്നിധ്യത്തിൽ നിർണായകമായ സാന്നിധ്യമാണ്. 1,15,000 വരുന്ന വോട്ടുകളുള്ള ഓർത്തഡോക്സ് സഭ. ആ ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കാൻ വീണ ജോർജിന് സാധിച്ചാൽ K സുരേന്ദ്രന് അതിനെ മറികടക്കാൻ ആവശ്യമായ വോട്ട് ഹിന്ദു സമുദായത്തിൽ നിന്ന് ആർജിക്കേണ്ടതായിട്ട് വരും. നിലവിൽ പത്തനംതിട്ട മണ്ഡലത്തിന്റെ സമുദായ സമവാക്യങ്ങളിൽ വീണ ജോർജും ആന്റണിയെയും എങ്ങനെയാണ് K സുരേന്ദ്രന് ആ അർത്ഥത്തിൽ നേരിടാനാവുക എന്നതാണ് ഏറ്റവും വലിയ ചലഞ്ചും ഏറ്റവും വലിയ സസ്പെൻസും. ഇനി K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേരിടാൻ പോകുന്ന ചില കണക്കിന്റെ കടമ്പകൾ കൂടി നമുക്കൊന്ന് നോക്കാം. 2014 UDF നേടിയ വോട്ട് 3,58,842 ആന്റണി. LDF നേടിയ വോട്ട് 3,02,651 ഫിലിപ്പോസ് തോമസ്. NDA
എം ടി രമേശ് നേടിയതാകട്ടെ 1,38,984. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നതും ഈ കണക്ക് തന്നെയാണ്. പ്രേക്ഷകർ ഓർമ്മിക്കണം, കേരളത്തിന്റെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലമാണ് പത്തനംതിട്ട, ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയമസഭാ മണ്ഡലമാണ് വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുള. ഇവിടെ എല്ലാം തന്നെ ഏകദേശം 7 ലക്ഷത്തിലധികം വോട്ട് LDF-നും UDF-നുമായിട്ടുണ്ട്. NDAക്ക് കഴിഞ്ഞ തവണ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച MT രമേശിന് പോലും 1,38,000 വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് ഇനി കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ വിജയിക്കണമെങ്കിൽ 1.5 മുതൽ 2 ലക്ഷത്തിലധികം വോട്ടുകൾ ആർജിക്കേണ്ടതായി വരും. 2 ലക്ഷം വോട്ടുകൾ ഇനി എങ്ങനെയാണ് കെ സുരേന്ദ്രൻ ആരുടെ പക്കലിൽ നിന്നാണ് എടുക്കുക? അത് നിലവിൽ LDF-ന്റെ പക്കലിൽ നിന്ന്, വീണ ജോർജിന്റെ പക്കലിൽ നിന്ന് എടുക്കുമോ, അതല്ല ആന്റണിയുടെ വോട്ടായിരിക്കുമോ നഷ്ടപ്പെടുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കെ സുരേന്ദ്രന്റെ പത്തനംതിട്ട അദ്ദേഹത്തിന് ഏറ്റവും വലിയ കടമ്പയായി തീരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ക്രൈസ്തവ സാന്നിധ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 4 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ക്രൈസ്തവ സാന്നിധ്യം നിർണായകമാണ്. ഈ ക്രൈസ്തവ സാന്നിധ്യത്തെ എങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ കെ സുരേന്ദ്രൻ അതിജീവിക്കാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യത്തിന് മുന്നിലാണ് ഈ കണക്കുകൾ നിൽക്കുന്നത്. ഈ കടമ്പകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് PC ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന പൂഞ്ഞാർ മണ്ഡലത്തിന്റെ പിന്തുണ ആർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ശബരിമല വിഷയത്തിൽ BJP എടുത്ത നിലപാടിന് അനുഗുണമായ നിലപാടാണ് PC ജോർജ് എടുത്തത് എന്നതുകൂടി ഓർമ്മിക്കണം. PC ജോർജിന്റെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ നിർണായകമായ സാന്നിധ്യം, കാഞ്ഞിരപ്പള്ളിയുടെയും റാന്നിയുടെയും നിർണായകമായിട്ടുള്ള ക്രൈസ്തവ സാന്നിധ്യം, ഇത് രണ്ടും എങ്ങനെയാണ് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുക എന്നതാണ് കണക്കിലെ ഇനി വരാൻ പോകുന്ന സസ്പെൻസ്. നിലവിൽ BJPയുടെ പ്രധാനപ്പെട്ട ഈ ഒരു A ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ്. അരിത്തമാറ്റിക്സ് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് ഫാക്ടറായി നിൽക്കുന്നുണ്ട് കണക്കുകൾ. പക്ഷേ അതേസമയം BJPയുടെ A ക്ലാസ് മണ്ഡലമായി, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പത്തനംതിട്ടയിൽ ശബരിമല എന്ന വിഷയം ഒരു വലിയ പ്രലോഭനമായും BJPക്ക് പത്തനംതിട്ടയിൽ കിടക്കുന്നു. പ്രലോഭനത്തെ അല്ലെങ്കിൽ കണക്കുകളെ പ്രലോഭനം കൊണ്ടും ശബരിമല വിഷയം കൊണ്ടും അതിജീവിക്കാൻ കെ സുരേന്ദ്രന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ആന്റണിയുടെ UDF ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ക്യാഷാക്കി മാറ്റാൻ കെ സുരേന്ദ്രന് കഴിയുമോ എന്നതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ RSSന്റെ സാന്നിധ്യം, RSSന്റെ പ്രവർത്തനവും ഇതെല്ലാം നിർണായകമാണ് പത്തനംതിട്ടയിൽ. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞു. പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട യാതൊരു വിവാദങ്ങളുമില്ല എന്നാണ് PS ശ്രീധരൻപിള്ള അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സുരേന്ദ്രന് RSS പിന്തുണ എന്നത് കെട്ടുകഥയാണെന്നും PS ശ്രീധരൻപിള്ള 24-നോട് പറഞ്ഞു. കേൾക്കാം. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയാണ് ഇന്ന് 24-നോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സർ, നമസ്കാരം. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തേക്ക് വന്നു. എന്താണ് സത്യത്തിൽ അതിലെ വസ്തുത? ഒരു വിവാദത്തോടും പ്രതികരിക്കാൻ ഞാനാളല്ല. വിവാദങ്ങളും അപവാദങ്ങളും അരങ്ങ് തകർക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം 100% പൂർത്തിയായിട്ടുണ്ട്. അതിന്ന് പാർട്ടിയുടെ ഇന്നലെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡ് പരിഗണിച്ചു. അതിനുശേഷം ഇന്ന് അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്ന് ഡൽഹിയിൽ നിന്ന് അവരാണത് ചെയ്യേണ്ടത്, അതുണ്ടാകും എന്നാണ് ന്യായമായും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡൽഹിയിൽ ഇന്ന് കൃഷ്ണദാസും തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്ന് പത്രസമ്മേളനത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയും. ഈ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, വിവാദങ്ങൾ ഉയർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒന്നുമില്ല. സത്യത്തിൻ്റെ അംശം പോലുമില്ല. ഇപ്പോൾ BJPക്കുള്ളിൽ RSS സുരേന്ദ്രന് വേണ്ടി അതിനകത്തൊരു ശരിയുമില്ല. കെട്ടുകഥകളാണ് പ്രചരിക്കുന്നത്. പത്തനംതിട്ടയിലെ കെട്ടുകഥകളാണെന്നാണ് PS ശ്രീധരൻപിള്ള 24-നോട് പറഞ്ഞത്. തുഷാർ വെള്ളാപ്പള്ളിയും ഇക്കാര്യത്തിൽ 24-നോട് പ്രതികരിച്ചു. NDAയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. തുഷാർ പറഞ്ഞത് കേൾക്കാം. ഇപ്പം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം BJPയുടെയും അതുപോലെ തന്നെ NDAയുടെ വിവിധ ഘടകകക്ഷികളുടെ എല്ലാം സ്ഥാനാർത്ഥികൾ ഇന്ന് ഡിക്ലെയർ ചെയ്യും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഇപ്പം നിലനിൽക്കുന്നുണ്ട്? ഒരു കൺഫ്യൂഷനും ഇല്ല. സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പത്തനംതിട്ട സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായം ഒരു കൺഫ്യൂഷനും ഇല്ല. BJPയുടെ സീറ്റുകൾ BJPയും, BDJസിന്റെ സീറ്റ് BDJസും, അതുപോലെ കേരള കോൺഗ്രസ് ഡിക്ലെയർ ചെയ്യും.
BDJs മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് എല്ലാ ധാരണയായിട്ടുണ്ട്. അത് വേറെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം താങ്കളുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. മത്സരിക്കാൻ സന്നദ്ധനായി? ഇല്ല, അതിന് തീരുമാനം ഇന്നോ നാളെയൊക്കെ ഉണ്ടാവും. ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കാന്ന് ലിസ്റ്റ് പ്രഖ്യാപിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ? പിന്നെ NDAക്ക് ജയിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ കേരളത്തിലുണ്ട്. തീർച്ചയായും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് MPമാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഈ മുതിർന്ന നേതാക്കൾ പട്ടികയിൽ ഉണ്ടാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഉണ്ടാവണമല്ലോ. ഇന്നത്തെ വാർത്താപ്പകലിലെ ശ്രദ്ധേയമായൊരു ബൈറ്റായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടേത്. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ വരും എന്നാണ് 24നോട് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. എക്സ്ക്ലൂസീവായ ആ ബൈറ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർത്തുവെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. കപട വാഗ്ദാനങ്ങൾ നൽകിയ മോദി ജനങ്ങളെ വിഡ്ഢികളാക്കിയെന്നും പ്രിയങ്ക ആരോപിച്ചു. The BJP has systematically attacked every institution in this country for the last 5 years, including the institution of which all of you are a part. You are aware of it better than I am aware of it. So I think the Prime Minister should stop thinking that people are fools and understand that they see through all this. 3 ദിവസമായി തുടരുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗായാത്ര ഇന്ന് അവസാനിക്കും. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് സമാപന പരിപാടികൾ നടക്കുക. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മുതൽ വാരണാസി വരെ 140 കിലോമീറ്റർ ഗംഗയിലൂടെ സഞ്ചരിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കോൺഗ്രസ് പരിപാടി ആസൂത്രണം ചെയ്തത്. ലിജോ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ലിജോ, 3 ദിവസം നീണ്ടുന്ന ഈ ബോട്ട് യാത്ര, ഗംഗയിലൂടെയുള്ള യാത്ര ഇന്ന് പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ അവസാനിപ്പിക്കും. ഒരു വലിയ പൊളിറ്റിക്കൽ അപ്രൈസിംഗ് അഥവാ ഒരു രാഷ്ട്രീയമായ താരോദയത്തിന് ഇന്ന് വാരണാസി സാക്ഷ്യം വഹിക്കുമോ? നിശിതമായ വിമർശനങ്ങളാണ് മോഡി ഗവൺമെന്റിനെതിരെ പ്രിയങ്ക ഗാന്ധി നടത്തിയത്. മാറിയ ഒരു പ്രിയങ്ക ഗാന്ധിയെ ഇന്ന് വൈകുന്നേരം വാരണാസിക്ക് കാണാൻ കഴിയുമോ? അരുൺ, വളരെ കൃത്യമായി BJPയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ യാത്ര, ഗംഗാ യാത്ര നടക്കുന്നത്. അവരിപ്പോൾ വാരണാസിയിൽ ഈ ബോട്ട് യാത്ര എത്തിയിട്ടുണ്ട്. വാരണാസിയിലെ അസിഘട്ടിലാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെയും കണ്ട് സംസാരിക്കാൻ പ്രിയങ്ക ശ്രമിക്കുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെ വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര നടക്കുന്നത്. വളരെ കൃത്യമായി BJP എങ്ങനെയാണോ ഗംഗയെയും അതുപോലെ തന്നെ ആരാധനാലയങ്ങളെയും കാണുന്നത്, അതുപോലെ തന്നെയാണ് തങ്ങളും എന്ന ഒരു സന്ദേശം നൽകുകയാണ് പ്രിയങ്ക ഗാന്ധി. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി BJP സർക്കാരിനെയും സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രിയങ്കയുടെ യാത്ര മുമ്പോട്ട് പോകുന്നത്. ഒപ്പം കോൺഗ്രസിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് അപ്പോൾ മറുപടി നൽകാനും പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു അർത്ഥം ഉത്തർപ്രദേശിലെ ഈ ഈസ്റ്റേൺ ഉത്തർപ്രദേശിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയതോടുകൂടി വളരെ കൃത്യമായ അവർ അവിടുത്തെ ഒരു സാന്നിധ്യമായി മാറുകയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിപക്ഷത്തേക്കുള്ള ഒരാളെന്ന നിലയിലേക്ക് പ്രിയങ്ക ഗാന്ധി മാറുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ജനങ്ങളെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് സംസ്ഥാന സർക്കാരിന്റെ പോരായ്മയാണെന്ന് വിളിച്ചു പറയാനും ഏതായാലും പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു ലിജോ. എന്തായാലും ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ട്രാക്കിലൂടെ ഗംഗായാത്ര അവസാനിപ്പിക്കുന്നു ഇന്ന് പ്രിയങ്ക ഗാന്ധി. അതോടുകൂടി പ്രിയങ്ക ഗാന്ധി ശക്തമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി ഉത്തർപ്രദേശിൽ മാറുകയും ചെയ്യും എന്നതാണ് സൂചനകൾ നൽകിയത് ലിജോയാണ് ഡൽഹിയിൽ നിന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ മായാവതി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മായാവതിയുടെ വെളിപ്പെടുത്തൽ. പാർട്ടിയുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചുമതലയും ഏറ്റെടുക്കുന്നതിനാൽ മത്സരിക്കുന്നില്ലെന്നാണ് മായാവതി വ്യക്തമാക്കിയത്. ഭാവിയിൽ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായാൽ മത്സരിക്കുമെന്നും തൽക്കാലം മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്നും മായാവതി കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിൽ മായാവതിയുടെ BSPയും അഖിലേഷ് നയിക്കുന്ന SPയും സഖ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. नहीं लड़ने का फैसला लिया है. मुझे उम्मीद ही नहीं बल्कि पूरा भरोसा भी है कि हमारी पार्टी के लोग मेरे लिए गए इस मिशनरी फैसले को जरूर समझेंगे. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ സമൂഹ മാധ്യമങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാരുമായും ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷനുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രസ്താവന. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത് അംഗീകരിച്ച നിബന്ധനകളാകും നടപ്പിലാക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വിധി പ്രഖ്യാപനം വരെ നിയന്ത്രണം നിലനിൽക്കും. അണികൾ സാമൂഹ്യ മാധ്യമങ്ങളെ വ്യാജ പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര വ്യക്തമാക്കി.
അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളിൽ കൂടി കോൺഗ്രസ് രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെയുമാണ് സ്ഥാനാർത്ഥിത്വമാണ് പ്രഖ്യാപിച്ചത്. വടകര, വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും ഔദ്യോഗികമായി നടത്തിയിട്ടില്ല. വടകരയിൽ കെ മുരളീധരനും വയനാട് ടി സിദ്ദീഖുമായിരിക്കും സ്ഥാനാർത്ഥികൾ. ഇവരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂടി സജീവമായതോടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ചൂടേറി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ രംഗത്തെത്തിയതോടെ കോലീബി സഖ്യമെന്ന പ്രചരണം ശക്തമാക്കുകയാണ് ഇടത് ക്യാമ്പ്. എന്നാൽ പരാജയഭീതി മൂലമുള്ള CPM-ന്റെ പതിവ് ശൈലിയാണ് ഇത്തരം ആരോപണങ്ങളെന്നാണ് UDF-ന്റെ പ്രതികരണം. വടകരയിൽ നിന്ന് സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്മാറുകയും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക വൈകുകയും ചെയ്തതോടെ ഈസി വാക്കോവർ പ്രതീക്ഷിച്ചിരുന്ന P. ജയരാജനുമേൽ കടുത്ത പോരാട്ടത്തിന്റെ വെല്ലുവിളി ഉയർത്തിയാണ് കെ മുരളീധരൻ രംഗപ്രവേശനം ചെയ്തത്. ആവനാഴിയിലെ സർവ്വ അമ്പുകളുമെടുത്തുള്ള പോരാട്ടത്തിനായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ വടകര ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയം സാക്ഷിയാവുക. അതിന്റെ ആദ്യ സൂചനയാണ് വടകരയിൽ ഉൾപ്പെടെ കോലീബി സഖ്യമെന്ന P. ജയരാജന്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണം. കോൺഗ്രസ് BJP സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് ഇരുകക്ഷികളും തമ്മിലുള്ള അണിയറ ചർച്ചകളുടെ ഭാഗമാണെന്നും ഇടത് ക്യാമ്പ് പ്രചരിപ്പിക്കുന്നു. അതേസമയം പരാജയം മുന്നിൽ കണ്ടുള്ള CPM-ന്റെ പതിവ് ജൽപ്പനങ്ങൾ മാത്രമായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതൊക്കെ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ജൽപ്പനങ്ങളാണ്. ഒരു രഹസ്യബന്ധവുമില്ല, പരസ്യബന്ധങ്ങളാണ്. UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. സഖ്യം വേറെ പുറത്ത് ഒരു പാർട്ടിയായിട്ട് സഖ്യമില്ല. RMP പരസ്യമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പോരാട്ടച്ചൂട് കനക്കുന്നതോടെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം തിളച്ചുമറിയുമെന്നുറപ്പാണ്. 24 തിരുവനന്തപുരം. കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. കൊല്ലപ്പെട്ട MSF പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചരണം തുടങ്ങിയത്. അക്രമ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടമായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മണ്ഡലത്തിൽ പ്രതീക്ഷയുണ്ടെന്നും കെ മുരളീധരൻ. സ്ഥാനാർത്ഥിയായതോടെ വടകരയിൽ P. ജയരാജന്റെ തോൽവി ഉറപ്പായെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. നമ്മുടെ കേരള നാട്ടിൽ ഇതൊക്കെ അതിശയിപ്പിക്കുന്ന വാർത്തകളാണ്. ഒരു MLA ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുക, ഒരു ജില്ലാ സെക്രട്ടറി നേതൃത്വം കൊടുക്കുക. ഇപ്പോൾ അദ്ദേഹം പാർലമെൻറ്റിൽ പോകാൻ മത്സരിക്കുകയാണ്. ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ള ഒരൊറ്റ ഉറപ്പാണ്. അവിടെ മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കെ മുരളീധരനാണ്. അപ്പോൾ വടകരയിൽ ശ്രീ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ശ്രീ ജയരാജൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകില്ല എന്നുറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി www.24news.com സന്ദർശിക്കുക. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും ഇലക്ഷൻ ന്യൂസിലും ഇലക്ഷൻ ഗേറ്റിലും കാണാം വൈകുന്നേരം. You are watching 24 from News Headquarters, Kochi.